എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നീറ്റ് യു ജിയുടെ എക്സാം നടക്കുന്ന ഡേ ആണ്. സോ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എക്സാം നിങ്ങളുടെ ലൈഫിൽ ഓഫ് കോഴ്സ് ടേണിംഗ് പോയിന്റ് തന്നെയാണ്. പക്ഷേ ഇത് ഒരിക്കലും ഒരു എൻഡ് പോയിന്റ് അല്ല. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേണമെങ്കിൽ ഇനിയും നീറ്റ് എഴുതാം. ആർക്കെങ്കിലും MBBS തന്നെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വീണ്ടും എഴുതാം. അതിന് ഒരു നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് സംഭവമില്ല. സോ നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റ് എടുക്കാം, പഠിക്കാം. എന്ന് വെച്ചാൽ ഇപ്പം പല സ്ഥലത്തും ഇപ്പം നമ്മളിപ്പം ഈ ബീഹാറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില പിള്ളേർ പ്ലസ് ടു കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് നീറ്റിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. സോ ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ആരും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. രണ്ട്, ഈ നീറ്റ് UG കഴിഞ്ഞു, നമുക്ക് എന്തൊക്കെ മെഡിസിൻ ബ്രാഞ്ചിലേക്ക് പോകണം. ഇപ്പം MBBS അല്ല, അല്ലെങ്കിൽ ആയുഷിൻ്റെ ഒന്നുമല്ല, ഇപ്പോൾ വെറ്റിനറി അല്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതൊക്കെ മേഖലയിൽ നമുക്ക് മെഡിസിനുമായിട്ട് ചേർന്ന് നിൽക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം ഫിസിയോതെറാപ്പി ഉൾപ്പെടെ. ഫിസിയോതെറാപ്പിക്ക് അവരിപ്പോൾ ഡോക്ടർ സിമ്പിൾ ഉപയോഗിച്ച് തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത് വരെ. പലരും നിങ്ങൾ നോക്കിയാൽ മതി. സോ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറിന് കിട്ടുന്ന കാശിൻ്റെ അതേ കണക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ഒരാളെ എനിക്കറിയാം. ഞാൻ ഓർത്തോയിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ വർക്ക് ചെയ്ത ഫിസിയോതെറാപ്പിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടർ തന്നെ നമ്മളും വിളിക്കുന്നത്. അവർ അങ്ങനെയല്ല, അവരുടെ പേരിന് മുമ്പിൽ ഡോക്ടർ, മേ ബി PhD വല്ലതും എടുത്താന്ന് അറിയത്തില്ല. സോ അതുകൊണ്ട് അവരെയും എന്താ പറയുക, അവർക്ക് പെർ കൺസൾട്ടേഷൻ ഒരിടത്ത് പോയി ഒരു വീട്ടിൽ പോയി ചെയ്ത് വരുമ്പം 5000 രൂപയൊക്കെ ഉണ്ട്. ദിവസം ഒരു 10-15 കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഏണിങ്ങിനേക്കാളും ഒരുപാട് മുന്നിൽ അവർക്ക് കിട്ടും. മനസ്സിലായോ? ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഭയങ്കര സ്കോപ്പുള്ളൊരു മേഖലയാണ്. ഒരുപാട് രീതിയിൽ അത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം പുറത്തേക്ക് പോകാൻ തന്നെ, ഇപ്പം നിങ്ങൾക്ക് ഒരാൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരാളാണ്, ഇപ്പം യൂറോപ്പ് ആയാലും ഇപ്പം നമ്മൾ ദുബായ് മേഖലയുള്ള അങ്ങോട്ടാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. സോ അതെടുക്കാൻ പറ്റും. രണ്ട് എന്ന് പറയുന്നത് ഈ ടെക്നീഷ്യൻ വർക്കാണ്. ഇപ്പോൾ OT ടെക്നീഷ്യനുണ്ട്, ലാബിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള മേഖലയുണ്ട്. ഇപ്പോൾ നേഴ്സിംഗ് അല്ല നിങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള മേഖലയാണെങ്കിൽ അതും ഉണ്ട്. അതിന് നേഴ്സിംഗ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. ബാക്കി ടെക്നീഷ്യൻ വർക്ക്സും ഉണ്ട്. പിന്നെ ECG ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവമുണ്ട്. അതിപ്പോഴും എമർജിങ് ആയിട്ട് വരുന്നതാണ്. അതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ജസ്റ്റ് വർക്ക് ലോഡ് വളരെ കുറവാണ്. ജസ്റ്റ് ECG എടുത്ത് കൊടുക്കുന്ന ഒരു ജോലിയാണ്. പക്ഷേ അത് ഭയങ്കര ഡിമാൻഡിങ്ങും ആണ്, ഭയങ്കര ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ റേഡിയോഗ്രാഫർ അങ്ങനെയുള്ള ടെക്നീഷ്യൻസ്, അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ UK-ലോ US-ലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് പോകാൻ താല്പര്യമുള്ള ആളെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പുറം രാജ്യത്ത് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറം രാജ്യത്ത് പോയിട്ട് എടുക്കാം. MSc റേഡിയോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കോഴ്സുകളും ഈ UK-ന്നും US-ന്നൊക്കെ ഉണ്ട്. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരാളിങ്ങനെ പോയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത്. നല്ല ശമ്പളമാണ്, 2-3 ലക്ഷം രൂപ കിട്ടുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. നല്ല ജോലിയാണ്. ഈ CT MRI സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ടെക്നീഷ്യനാണ് ഒരാളതൊക്കെ പോയി ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത്. ഡോക്ടറല്ല, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരു സ്റ്റാഫ്, ഒരു ടെക്നീഷ്യൻ സ്റ്റാഫാണ് ഒരു ജോലിയാണ്. അത് കഴിഞ്ഞ് തന്നെ പിന്നെ ഈ MBA, നമ്മളെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ, അതിനൊക്കെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു സംഭവമുണ്ട്. അതും ഭയങ്കര ഹൈലി ഡിമാൻഡിങ് ആണ് ഇന്നത്തെ കാലത്ത്. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ആവാം, എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാം, ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ നോക്കാം, അങ്ങനത്തെ ഉണ്ട്. പിന്നെ മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ കാര്യം ചെയ്യുന്ന പോലെ അതിൻ്റെ ഒരു വേറെ മേഖലയാണ്. അതിന് MBBS ഡിഗ്രി ഒന്നും ആരും നോക്കുന്നില്ല. ഏത് ഡിഗ്രി പഠിച്ച ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റും. അത് മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്താണ്. പബ്ലിക് ഹെൽത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അതിൻ്റെ മേഖലയിൽ ഒരുപാട് വേറെ സബ്ബായിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ ഫുള്ള് പറയുന്നില്ല. അത് കുറച്ച് ഈ ആൽഫബറ്റ് വെച്ചിട്ടുള്ള കുറേ ഉണ്ട് ഒരുപാട്. അത് ഈ ഓസ്ട്രേലിയയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അത് എടുക്കുന്നുണ്ട്. സോ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, അങ്ങനെയൊക്കെ ഈ ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അങ്ങനെ പോവാം. അതും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നല്ല രീതിയിൽ ഇന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു മേഖലയാണത്. അതൊക്കെ ഇനി അടുത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞത് സൈക്കോളജി എന്ന് വെച്ചാൽ രണ്ടാണ്. സൈക്കോളജി മെയിനായിട്ട് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു സൈക്കാട്രിസ്റ്റിന് മാത്രമേ ഒരാൾ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ജസ്റ്റ് നമുക്ക് സംസാരിക്കാം അവരുമായിട്ട് കുറച്ച് നേരം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഇന്ന അസുഖമാണ്. ഇപ്പോൾ ഒരു സൈക്കാട്രി, ഞാൻ ബാംഗ്ലൂർ നിംഹാൻസ് ഉള്ള സമയത്ത് എനിക്ക് ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡിങ് ആണ്. നിങ്ങളുടെ മൈൻഡും അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കണം. പക്ഷേ ഏണിംഗ് എന്ന് പറയുന്നത്
സ്കൈ ഈസ് ദ ലിമിറ്റ് നമ്മൾ ചില ഡോക്ടർമാർ അതൊക്കെ തന്നെയാണ് സൈക്കോളജിസ്റ്റിൻ്റെയും നല്ല ഏണിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു സിറ്റിയിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഈവൻ ഒരു 5 വയസ്സുള്ള കുട്ടി തൊട്ടൊരു 80 വയസ്സുള്ള ആൾ വരെ വരും കൺസൾട്ടേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, കൗൺസിലിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടി. സോ അതുകൊണ്ട് അതും ഭയങ്കര ഹൈലി ഡിമാൻഡിങ് ആണ്. അതും മെഡിസിനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും അതും ഹൈലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഈ ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെട്ടത് MSc ഫോറൻസിക് സയൻസ് എന്നുണ്ട്. ഫോറൻസിക് മെഡിസിനും ഉണ്ട്, ഫോറൻസിക് സയൻസും ഉണ്ട്. എൻ്റെ ഡിഫറൻ്റ് ആണ്. ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന ഒരു ബ്രാഞ്ചാണ്. അതിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെയുള്ള കാര്യം ചെയ്യും. ഇനി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. അതിനകത്ത് ഈ സൈബർ ഉണ്ട്, പിന്നെ ഫോറൻസിക് ടോക്സിക്കോളജിയുടെ വേറെ ഉണ്ട്, അങ്ങനെ അത് ഒരുപാടുണ്ട്. അത് BSc MSc കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുടെയാണ് ആ ഒരു മേഖല വരുന്നത് ഫോറൻസിക് സയൻസ്. അത് പഠിച്ചാലും നല്ല ഓപ്പർച്യൂണിറ്റീസാണ് ഇന്ന്. കാരണം ഇപ്പം സ്റ്റേറ്റ് ലെവലിലുള്ള നമ്മുടെ ഈ പോലീസിലൊക്കെ കയറാൻ പറ്റും, CBI അങ്ങനെയുള്ള സെൻട്രൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പലതും കയറാൻ പറ്റും, പഠിപ്പിക്കാൻ പോകാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ് വന്നത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ MBBS കിട്ടിയില്ല അല്ലെങ്കിൽ മെഡിക്കൽ ബ്രാഞ്ചുമായിട്ട് ചേർന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലകളൊക്കെ പോകാം. ഇത് മാത്രമല്ല, ഈ 1000 നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഇന്ന് വൈഡായിട്ട് ഓപ്പണായി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും. ടെക്നീഷ്യൻ സ്റ്റാഫ് വരെ ഇപ്പം ഈ ഒരു എന്താ പറയുക, OT സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര നല്ല ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബാണ്. ഒരു സർജൻ്റെ അത്ര തന്നെ ഡിമാൻഡ് ഇപ്പോൾ OT സ്റ്റാഫിനും ഉണ്ട്. OT ടെക്നീഷ്യൻ എന്നൊക്കെ പറയുന്നത് അത് നേഴ്സല്ല, OT നേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ടെക്നീഷ്യൻ. ഈ അവിടെയുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ നോക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ പുറത്ത് പോയാലും ശരിയാണ്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ശരിയാണ്, നല്ല ഡിമാൻഡാണ് നേഴ്സിൻ്റെ. അതേപോലെ തന്നെ സാലറി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. സോ എല്ലായിടത്തും ഞാൻ പറയുകയാണ്, ആരും ഡിസപ്പോയിൻ്റ് ആവരുത്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചോദിക്കാം. എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.